ഇന്നെന്താ പൈപ്പ് ക്ലീനർ ആയിട്ടെന്നല്ലേ? ഇന്ന് നമുക്ക് പൈപ്പ് ക്ലീനർ വെച്ചിട്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാം. കാണുമ്പോൾ ലില്ലി പോലൊക്കെ തോന്നും. എനിക്ക് തോന്നുന്നു അത് ലില്ലിയായിട്ട് നിങ്ങൾക്ക് അവസാനം ഫീൽ ചെയ്യുമെന്ന്. ഞാൻ ഈ പൈപ്പ് ക്ലീനർ വാങ്ങിച്ചിട്ട് കുറച്ചധികം നാളായി. പക്ഷെ നമ്മളിപ്പോ ക്രോഷ്യ ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ സൈഡിലോട്ട് ഞാനിപ്പോ തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല. അങ്ങനെ പുതിയ ഐഡിയാസിന് വേണ്ടിട്ട് പിൻട്രസ്റ്റ് സ്ക്രോൾ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം കണ്ടത്. പിന്നൊന്നും നോക്കാൻ നിന്നില്ല. എന്റെ വീടിന്റെ ഒരു മൂലയ്ക്ക് പൊടി പിടിച്ച് കിടന്ന ആ പൈപ്പ് ക്ലീനറിൽ നിന്ന് ഇന്ന് മോക്ഷം കൊടുക്കാന്ന് ഞാൻ വിചാരിച്ചു. വൈറ്റും രണ്ട് സൈഡിൽ വെച്ചിരിക്കുന്ന പിങ്കും ഞാൻ 6 വീതം വെച്ചെടുത്തിട്ടുണ്ട്. നടുക്ക് വെച്ചിരിക്കുന്ന പിങ്ക് ഞാൻ 3 മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്കൊരു പൂവിന് വേണ്ടിയിട്ട് ഒരെണ്ണത്തിന്റെ പകുതി മാത്രം മതി. നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കി ട്രൈ ചെയ്യണം നോക്കണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു പെറ്റിൽ ഉണ്ടാക്കുന്ന വീഡിയോ കറക്റ്റായിട്ട് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പൂവിൽ ഞാൻ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം കറക്റ്റായിട്ട് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. വേണമെന്നവർ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ടിങ്കർ സ്പ്രൗട്ട് എന്ന് പറയുന്ന എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, അതിൽ നിങ്ങൾ അയച്ചു തന്നാൽ മതി. നമ്മൾ അത് അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ഷൗട്ടൗട്ട് സാറയ്ക്കും നവമിക്കാണ്. സാറയാണ് നമ്മുടെ ചാനലിൽ മൾട്ടി കളർ ക്രോഷ്യ ബാഗ് ചോദിച്ച് എപ്പോഴും വരുന്നത്. നമ്മൾ മൾട്ടി കളർ ക്രോഷ്യ ബാഗ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വേഗം തന്നെ നമ്മൾ ചെയ്ത് തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പൂവിന്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട.